ഹായ് ഓൾ, ഞാൻ ഈ മണി പ്ലാന്റ് ഈ ഒരു ഇതിലേക്ക് ക്രീപ്പർ പ്ലാന്റ് ആക്കി മാറ്റുകയാണ് കേട്ടോ. ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്, ഇതൊരു സെറാമിക് പോട്ടാണ്. അപ്പോൾ അതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പോട്ടിംഗ് മിക്സ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ഇത് പോട്ടിംഗ് സോയിൽ നേരത്തെ തയ്യാറാക്കിയതാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, ഇതിവിടെ വാങ്ങുന്നതാണ് കമ്പോസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ ബനാന പീലും എക്സെല്ലും ടീ വേസ്റ്റും എല്ലാം ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച് ഒരു ലേശം സാഫും വിട്ടിട്ട് ഞാൻ ഉണ്ടാക്കി. അത് അതിൻ്റെ വിശദമായ വിവരം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ പെർലൈറ്റും കൂടി ലേശം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ ലുലുന്ന് വാങ്ങിയതാണ്, നാച്ചുറൽ പെർലൈറ്റ്. ഇത് നല്ലതാണ്, കാരണം മണ്ണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും പെർലൈറ്റ്. അതുകൊണ്ടാണ് ഈ പെർലൈറ്റും കൂടി ഇതിൽ ഒരു തെർമോക്കോൾ പോലുള്ള ഒരു സാധനം അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സെറാമിക് പോട്ടാണ്, നല്ല ഹോളുള്ള സെറാമിക് പോട്ടാണ്. അതിന് ഞാനൊരു ചിരട്ടന്റെ പീസൊക്കെ വെച്ചിട്ട് ആ ഹോളൊന്ന് ചെറുതായിട്ടൊന്ന് അടയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചകിരി തുപ്പില്ലേ, അതൊക്കെ അടിയിൽ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ ഇതിൽ ചകിരി തുപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് ഞാൻ സെറ്റാക്കുക ചെയ്യുന്നത്. ഇനി ഞാൻ ഇതൊക്കെ ഈ പോട്ടി മിക്സ് മുഴുവനും ഇതിലേക്ക് ഇട്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പരിധി വരെ നമുക്കത് നിറയ്ക്കണം. ഇത്രയൊക്കെ ഞാൻ മണ്ണിട്ടിട്ട് ഇത് നിറച്ചതോടെ ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചെടിയാണ് ഞാൻ മാറ്റുന്നത് കേട്ടോ. പക്ഷെ ഇത് ഫുള്ളും മണ്ണാണ് കേട്ടോ. ഞാൻ മണ്ണിൽ നട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ മണ്ണ് വേണ്ട, നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ മണ്ണ് കുറേ വേണ്ട തന്നെ. അപ്പോൾ ഞാൻ ആ മണ്ണൊക്കെ ഞാൻ ഒഴിവാക്കാം കേട്ടോ. കുറേയൊക്കെ ഞാൻ ഇനി ഇതിലേക്ക് നടുകയാണ് കേട്ടോ. കുറേ മണ്ണൊക്കെ ഞാൻ പോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നടുക. അത് കൂടാതെ കുറച്ച് കട്ടിങ്സ് കൂടി, ഇതൊക്കെ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി ഇതിലേക്ക് നടുക. ബാക്കി സ്ഥലത്തും കൂടി മണ്ണിട്ടിട്ട് ഫില്ലാക്കുന്നുണ്ട്. ആ കട്ടിങ്സും വെച്ചു, ആ നീളത്തിലുള്ള ഇതും വെച്ചു. ഇനി ഈ ഇതിലേക്ക് സ്റ്റെമ്മിലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ യൂപ്പിനില്ലേ, നമ്മൾ മുടിയിലൊക്കെ വെക്കുന്ന യൂപ്പിന്, ആ യൂപ്പിനാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യാണ്. ഇതിലേക്ക് ഇങ്ങനെ ആ പിന്ന് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി, സെക്യൂർ ആയിക്കോളും. അതുപോലെ വേറെ പിന്നെടുത്തിട്ട് ബാക്കി പീസുകളൊക്കെ അതും അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 6 മാസം കൊണ്ട് ഇത് നല്ല ബുഷിയായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഓൾ.